കരിമീൻ വറുത്തതുണ്ട്. ഇന്ന് അടിച്ചത് കുറച്ച് കൂടിപ്പോയി. നേരാവണ്ണം നടക്കാൻ പോലും കഴിഞ്ഞില്ല. എന്താണ് ഇതെന്താണ് ഇങ്ങനെ? ഞാൻ എവിടെയാ? വീട്ടിൽ പോട്ട് അല്ലെങ്കിൽ പണിയാണ്. അതാരാ? ഹലോ, ആരാ? ആരാടി നീ? വീട്ടിൽ പോടി, 12 മണിയായില്ലേ? വീട്ടിൽ പോടി. എന്താണ് ഇത് വേണ്ടത്? വീട്ടിൽ പോടി. വാനിഷ്ഡ്. അപ്പൊ അതിനെ കുടിച്ചത് കുറച്ച് കൂടിപ്പോണ്ട് കാണുന്നും പോയില്ല. എന്തെല്ലോ തോന്നല് വെള്ളം കുപ്പായിട്ട് ആരുടെ ആവല്ല. ഓക്കെ, സോ ഗൈസ്, കേൾക്കുന്നൊരു കത്തിനെ കൊണ്ട് കുത്തി. സോ ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ഗൈസ്. നമ്മളെ ഇന്നെല്ലാം ഇങ്ങനെ ബീച്ച് ചില്ലായിട്ട് വന്ന, പിന്നെ ഇന്ന് ചൂടലല്ലേ, അതുകൊണ്ട് നമ്മള് ബീച്ച് ചില്ലായിട്ട് വരാന്ന് വിചാരിച്ചു. സോ നമ്മള് ഇന്ന് നമ്മള് ചില്ലായിട്ടെല്ലാം വന്നിട്ടുണ്ട്. നമുക്കിപ്പം നമ്മളിപ്പോ ഹൽക്കിന്റെ വണ്ടിയല്ലോ. ഓക്കെ, നമ്മളെ തൊടാൻ ആരും പഴക്കുന്ന വണ്ടി, സൂപ്പർ സ്ട്രെങ്ത് എല്ലാം നമ്മൾ പരീക്ഷിച്ചിന്. ഈ ഹൽക്കിന്റെ വണ്ടി മോഷ്ടിച്ച വീഡിയോ ആണെങ്കിൽ നമ്മൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താം. സോ അപ്പം വീഡിയോ കാണുന്ന എല്ലാവരും ഡു ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്. സോ നമ്മൾ ഇന്ന് ഒരു വലിയ പണിയൊന്നുമില്ല, പക്ഷെ ഇന്ന് നമുക്ക് ചെറിയ പണിയുണ്ട്. എന്താണെന്ന് വെച്ചാൽ നമ്മളെ അന്ന് റോബർ ചെയ്ത കുറച്ച് പൈസ നമ്മളെ ഇപ്പിട്ടുണ്ട്. അതും കൊണ്ട് നമുക്കൊരു കാർ വാങ്ങിക്കണം. നമ്മളൊരു ഫ്രണ്ടിയോട് പറഞ്ഞാണ്. ആ ഫ്രണ്ട് ഡീലർഷിപ്പിലെല്ലാം ഓന്റെ പണി. ഓന് നമുക്ക് കാർ സെറ്റാക്കി തരാന്ന് പറഞ്ഞായിരുന്നു. ഓക്കെ, അപ്പം നമുക്ക് എന്തായാലും അവന്റെ അടുത്തേക്ക് പോകാം. നമ്മളെ കാറിന് സെറ്റായി കിട്ടിയിട്ടുണ്ട് പറഞ്ഞു. ഓക്കെ, അവന്റെ അടുത്തേക്കല്ലേ പോകുന്നല്ലേ, ന്യൂസ് വെച്ചിട്ട് തന്നെ പോവല്ലേ. ഇതുണ്ട് ഈ വണ്ടിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എനിക്ക് ഇഷ്ടപ്പെട്ടെ, ഈ സ്ക്രീൻ ഉണ്ട്. ഓക്കെ, സ്ക്രീനിൽ നമുക്ക് ന്യൂസ് എന്തും കാണാം. പിന്നെ നമ്മൾ ഡീലർഷിപ്പ് ഇങ്ങോട്ടൊന്നുമല്ല, സ്ക്രീനിൽ എന്തു കാണാം. ഓക്കെ, സോ അതൊരു കിട്ടിയില്ലെന്നൊരു ഇത് തന്നെയാണ്. സോ അപ്പം ന്യൂസ് കേൾക്കാം. പ്രധാന വാർത്തകൾ വായിക്കുന്നത് സോമനാഥൻ. സോ ഇന്നത്തെ നടന്ന പ്രധാന വാർത്തകൾ. ഇന്നലെ രാത്രി നടന്നത് വെറും 12 മരണങ്ങൾ മാത്രം. 12 മരണങ്ങളാ? അപ്പൊ അറിഞ്ഞിട്ടില്ല, വെറും 12. അപ്പൊ ഇവനെല്ലാം ഒന്നേ തോന്നുന്നു. ഇന്നലെ ഒരു അദൃശ്യ മനുഷ്യൻ, CCTV ഫോട്ടേജുകളെല്ലാം കിട്ടിയതാണ്. ഇന്നലെ ഒരു അദൃശ്യ മനുഷ്യൻ വന്ന് കുറച്ചാളെ കൊല്ലുന്ന ദൃശ്യങ്ങൾ CCTVയിൽ വ്യക്തമായി കാണാം. യാതൊന്നുമില്ല, പ്രേതം വല്ലതുമാണെന്നാണ് സംശയം, എന്നും പറയാൻ കഴിയില്ല. ഓക്കെ, അപ്പൊ രാത്രി ഇറങ്ങുമ്പോൾ സൂക്ഷിച്ചും കണ്ടുമെല്ലാം ഇറങ്ങണം, അല്ലെങ്കിൽ പ്രേതത്തിനെ കൈമിന്നൽ നിങ്ങൾ പെടും. പ്രേതത്തിനെ എവിടെയെങ്കിലും വെച്ച് കണ്ട് നിങ്ങൾ അപ്പോൾ തന്നെ അറിയിക്കേണ്ടതാണ്. ഇപ്പം ന്യൂസിന്റെ സോമനാഥൻ 12 മരണം, സിറ്റിയിലെ പ്രേതം. എന്തെല്ലാം ഇവർ പറയുന്നത്? ഇവനൊരു ബോധമില്ലാത്ത ടീമിൽ പെട്ട ഒരാളാണ് ഈ സോമനാഥൻ. അതുകൊണ്ട് ഇവൻ തന്നെ കൊന്നിട്ടുണ്ടാവില്ല, ഉറപ്പല്ലേ. സോ ന്യൂസ് എല്ലാം കണ്ടിരിക്കുമ്പോ തന്നെ നമ്മളെ സ്ഥലത്തി കാർ സർവീസിലല്ലേ, എവിടെയാണ് നമ്മളെ കാർ ഡീലർ ഷോപ്പ്. കാർ സർവീസിലെത്തിയപ്പോ ഇവിടെ കാർ ഇവിടെ തന്നെ വെക്കുന്നു. ഓക്കെ, അതെ അല്ലേ കാറ്. സോ പാർക്കിംഗ്. സോ ശരിക്കും അറിഞ്ഞു. സോ നമുക്ക് സെർച്ച് ചെയ്യാം അല്ലേ, നമുക്ക് സെർച്ച് ചെയ്യാം. പ്രേതമായിട്ട് പ്രാന്തരായ തോന്നുന്നത്, പ്രേതമൊന്നും അറിഞ്ഞിട്ടുണ്ടാവില്ല. അപ്പം നമുക്ക് ഈ കാറ് വാങ്ങിക്കാൻ പറയണം. എടാ തോമസ് കുട്ടി, നമ്മളെ കാറ് ഇത് തുറയുന്നില്ല. തോമസ് കുട്ടി, കാറ്. ഓക്കെ, അവിടെ ഞാൻ വരാം. ഓക്കെ, വരുന്നുണ്ട് പറഞ്ഞിട്ടുണ്ട്. എടാ, എനിക്ക് വേണ്ടി ഞാൻ കുറച്ച് വണ്ടിയെല്ലാം സെറ്റ് ആക്കിയിട്ടുണ്ട്. എനിക്ക് ഇഷ്ടമുള്ളത് എടുത്തോട്ടാ. ഇവിടെ നിന്ന് ഇഷ്ടമുള്ള കാർ എനിക്ക് വാങ്ങിക്കാം. പൈസ വേണം.
അതെല്ലാം തരും നമ്മളെ പൈസ എല്ലാം ഉണ്ട്. ഏതെല്ലാം കാരണ കൊറേ കാസുണ്ട്. ഓക്കെ, ഇതെല്ലാം കാസാണ്. ഇതെല്ലാം നിനക്ക് വേണമെങ്കിൽ എടുക്കാം. ഓക്കെ, ഇതെല്ലാം എന്റെ കയ്യില്. ഇതെന്റെ ഇല്ല. എനിക്ക് BMW വേണ്ട. ഞാൻ പറഞ്ഞ BMW സെറ്റ് ആക്കിട്ട് അവിടെ സെറ്റ് ആക്കി. ഇനി നോക്ക് BMW. നീ ഇങ്ങനെ പറഞ്ഞാ പോയല്ലോ, നോക്ക്. ഓക്കെ, നമ്മളെ BMW സെറ്റ് ആക്കിയെന്ന് പറഞ്ഞാൽ ഓക്കെ. BMW കിട്ടി. ഇതാണ് BMW എന്റെ. എടാ, ഇതല്ല വേറൊരു BMW വണ്ടിയുണ്ട്. അത് വാങ്ങിച്ചു. ഓക്കെ, ഇത് കിടിലം BMW കിടിലം. ഇത് കിടിലം നമുക്ക് അടുത്ത കാർ ഇതാണോ BMW? ഇതും BMW അല്ലേ? ആടെ ഇതാ നിൽക്കുക. സെറ്റ് ആക്കി ഞാൻ സെറ്റ് ആക്കിയ കാർ. ഇത് കിടിലം കാറ്. ഓക്കെ, എന്നാ നീ പൈസ എന്നാ വാങ്ങിച്ചോ. ഓക്കെ, എത്ര പൈസ? 10,05,000 രൂപ. അത്രേ ഉള്ളൂ. എനിക്ക് വേണ്ടി ഞാൻ എടുക്കുന്ന കാറാണ്. അവിടെ ഇപ്പൊ ഇതാ കാർ ഇതാ പിടിച്ചോ. ഞാൻ വാങ്ങിച്ചിട്ടുണ്ട് കാർ. അവിടെ സെറ്റ്. ഇപ്പൊ പൈസ തരില്ലേ? അവിടെ പൈസ കിട്ടിയില്ലേ? ഗൂഗിൾ പേ. അവിടെ കിട്ടി. പൈസ കിട്ടി. ഇനി നമുക്ക് കാറിന്റെ കളറും കാര്യങ്ങളൊക്കെ മാറ്റാം. ഓക്കെ, കാറിന്റെ കളറ് മാറ്റണേ. ഓക്കെ. കളർ പച്ച വേണ്ട. റെഡ് കിട്ടില്ല. എനിക്ക് റെഡ് ഇഷ്ടമാണ്. റെഡ് കിട്ടില്ല. അതുപോലെ തന്നെ നീലയും കിട്ടില്ലായിട്ട് തോന്നി. റെഡ് നീലല്ലേ കിട്ടില്ല. വെയിറ്റ്, ഇത് കിട്ടില്ല. ഇത് മതി. ഇതെനിക്ക് ഇഷ്ടപ്പെട്ടു. ഇത് മതി മുത്തേ. ഇത് മതി. കാർ മതിയടി. കളവല സെറ്റ് അല്ലേ? കാർ നമുക്ക് പുറത്തിറക്കാം. ആടെ കാർ പുറത്തിറക്കിക്കോ. സോ അപ്പം കാറെല്ലാം പുറത്തിറക്കി. ഇതെല്ലാം എന്താ സാധനം? ഞാൻ പോട്ടെ. ആടെ പോയിക്കോ. ടാറ്റാ. നമ്മളെ കാർ അങ്ങനെ നമ്മളെ ഷോറൂം ഇറക്കിയതൊക്കെ കിട്ടില്ലെങ്കിൽ നമ്മള് ഫൈനലി BMW എടുത്തു. എന്റെ എല്ലാ പൈസ തീർന്ന്. ഞാൻ ബ്രോക്കറേജിൽ എല്ലാ പൈസ തീർന്ന്. കുറച്ചെല്ലാം നമ്മള് വെറുതെ ചെലവഴിച്ചത്. സോ അപ്പം ഇന്നത്തെ എപ്പിസോഡ് ഒരു കാർ എപ്പിസോഡ് അല്ല പറഞ്ഞ പോലെ. സോ 16 ആള് ഇന്നലെ പോലീസാണ്. എന്തുടാ ഇന്നെന്ത് ഇവിടെ? നീ മറ്റോനില്ല കാർ മോഡിഫൈ ചെയ്തിട്ട് പോയ എന്റെ പിടികിട്ടാ പുള്ളി. അല്ല സാർ, അത് വേറെ ആള്. പിടിച്ച പിന്നെ നീട്ട് റോബ് ചെയ്ത്. അത് ഞാനല്ല, അതെന്റെ കൂട്ടുകാരനാണ്. ഓർത്തോന്റെ വീട്. അതെല്ലാം പറഞ്ഞുതരാം. പിന്നെ നമ്മളെ ഇവിടെ സിറ്റിയിൽ പ്രേതം അങ്ങനെ എന്തോ കേട്ടായിരുന്നു. സത്യമാണോ പോലീസ് ചേട്ടാ? ഓടോ സത്യോടോ. ഇന്നലെ 16 മരണം നടന്ന. 16 മരണം. എത്ര പാവം. ഓടാ, നീ രാത്രി പുറത്തിറങ്ങല്ലേ. അപ്പൊ എന്നാ പോന്നെ? ശരിയാന്ന് നോക്കാൻ പറഞ്ഞാണ്. ഓടാ, അപ്പൊ മോഷ്ടിച്ചാളെ വീട് വാങ്ങിച്ചോ. നമ്മളെ മോഷ്ടിച്ചത് അതിനെ കൊണ്ട് വാങ്ങിച്ച കാറാണ്. ഓക്കെ, നമുക്കിപ്പം രാത്രി ആവുന്നാൽ ഇവിടെ എവിടെയെങ്കിലും വെയിറ്റ് ചെയ്ത് നമുക്ക് ഇങ്ങനെ ഇരിക്കല്ലേ. എന്തായാലും നമ്മളിങ്ങനെ കാറടിച്ച് ഫസ്റ്റ് വാങ്ങിക്കലും കാറടിക്കലല്ലോ ഒരുമിച്ച്. നമ്മൾ ഇവിടെ എവിടെയെങ്കിലും വെയിറ്റ് ചെയ്യണം. അവിടെ പ്രേതം വരുന്നത് വരെ എന്തെങ്കിലും കാറടിക്കുന്നു. ഇതെന്ത് പെകിടായി. എനിക്ക് ഇഷ്ടപ്പെടുന്നില്ല ഇത്. കാറെന്തോ പെകിട്. നോക്കിട്ടില്ല. കാറെല്ലാം പറഞ്ഞിട്ടാ വാങ്ങിച്ചു. കാറിന്റെ മുൻവശം അങ്ങനെ പോയിന്ന് തോന്നുന്നു. കളിക്കിന്റെ കാറെടുത്താൽ അതാകുമ്പോ ഒന്നും ആവൂല. ബിറ്റ് പൊളിഞ്ഞാല് കാറിനൊന്നും ആവൂല. സോ അപ്പം നമുക്ക് ഇവിടെ ഇങ്ങനെ വെയിറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും കറങ്ങി കളിക്കായിരുന്നു. ഞാനും പ്രേതം വന്നാലോടേ. ചിലപ്പോ ഇവര് പറയുന്നത് കളവായിരിക്കും, ചിലപ്പോ ഇവര് പറയുന്നത് സത്യമായിരിക്കും. നമുക്ക് നോക്കാലേ. രാത്രിയായിരിക്കും പെട്ടെന്ന്. ഇരുന്നിരുന്ന സമയം പോയതാവുന്നില്ല. രാത്രിയായിരിക്കും പെട്ടെന്ന്. രാത്രി. പകല പ്രേതല്ലേ?
ഇത് സമയം നോക്കില്ല, രാത്രിത്തെ സമയം 9:09. രാത്രി 9:09 സമയം. ഓക്കെ, 9:09. 12 മണിക്ക് അങ്ങനെ വലിയ പോയതാണ്. എന്തായാലും നോക്കണം, രാത്രിക്കൊന്നും ആരും പുറത്തില്ല. കാരണം പ്രേതമെന്ന് പറഞ്ഞിട്ട് എല്ലാരും വീട്ടിൽ ഇരിക്കുന്നുണ്ടോ. എല്ലാരും പേടിത്തൊണ്ടമാരല്ലേ, നമ്മളെ പേടിയൊന്നും ഇല്ലാത്ത നല്ല ആളില്ല. എല്ലാരും പേടിത്തൊണ്ടമാര് കൂട്ടല്ല. നമുക്ക് നോക്കാം. സോ ഗൈസ്, അതാരാണ്? ഹാൻഡ് ബ്രേക്ക് അതാരാണ് അവിടെ? പ്രേതാണോ? ഹലോ ചേച്ചി, പെട്ടെന്ന് സംശയമില്ലാതില്ല. അങ്ങോട്ട് പോവല്ലടാ പ്രേതം. അയ്യോ, ഓടിക്കോ പ്രേതം. അയ്യോ, അയ്യോ, അടിക്കല് പോയി. പുതിയ കാർ നോക്കാൻ സമയമില്ല. ജീവനാണ് എന്റെ വീട്ടിൽ, ജീവനാണ്. അയ്യോ, പ്രേതം 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 പ്രേതം. ശരിക്കും പ്രേതാണെന്ന് ഇപ്പം മുമ്പിൽ വന്ന ആളെ നിക്കാൻ പറഞ്ഞോട്. മനുഷ്യർക്ക് വണ്ടി ഓടിക്കണ്ടേ? പോയി വീട്ടിൽ പോയി. അയ്യോ, എടാ മുമ്പിൽ വന്ന് നിക്കുന്നതേ. എടാ പ്രേതം മുമ്പിൽ നിക്കുന്നു. പെട്ടെന്നാ തോന്നുന്നു. ഓക്കെ, പ്രേതം മുമ്പിൽ വന്ന് നിൽക്കുന്നു. അയ്യോ, ഓരോ ഇത് എയർപോർട്ടിലെത്തി. അയ്യോ, പ്രേതം. നമുക്ക് വേറെ വീട്ടിൽ പോവാം. ഓക്കെ, നമുക്ക് നേരെ വീട്ടിൽ പോവാം. ഓക്കെ, അല്ലെങ്കിൽ പണി പാടും. നമുക്ക് പോയിട്ട് ഉറങ്ങാം. ഓക്കെ, അല്ലെങ്കിൽ പണി നല്ല പോലെ പാടും. പ്രേതത്തിനല്ല ഞാൻ കണ്ട, പ്രേതത്തിന് അയ്യോ, ആന്ന് പ്രേതെന്ന് പറയാൻ പോലും പറ്റാത്ത രീതിയിലായിരുന്നു. അയ്യോ, ഞാനിത് എങ്ങോട്ടാ പോകുന്നത്? ഇത് മറ്റേ ഷിപ്പ്യാർഡില്ലേ, നമുക്ക് ഇവിടെ ഷിപ്പ്യാർഡിൽ കഴിച്ച് കൂട്ടാതെ. നമുക്ക് ഷിപ്പ്യാർഡിലെ നമ്മളെ ആളെ ഷിപ്പ്യാർഡാണ്. ഇവിടെ നമുക്കെന്ത് പേടി? സോ അപ്പം രാവിലെ ആയിട്ട് നമുക്ക് പുറത്താവുന്നു. അതാ സേഫ്. നമ്മളെ സിറ്റിയിലെ പ്രേതവും ഇറങ്ങി. ഇതെല്ലാം സ്വാമിനെ വിളിച്ച് പ്രേതത്തിനെ നമുക്ക് ഒഴിപ്പിച്ചാലേ. പേടിയാവുന്നു. ആ പ്രേതത്തെ നേരിട്ട് കണ്ടി. എന്നെ കൊല്ലാൻ ചാൻസ് ഉണ്ട് പ്രേതം. സോ നമ്മള് ഡേവിഡിനെ വിളിച്ച് ചോദിച്ചാലോ? ഡേവിഡേ എന്നെ രക്ഷിക്കുക. എടുക്ക ഫോണെട്. ഹലോ ഡേവിഡേ. ഡേവിഡേ, ഇവിടെ എന്തോടാ? എന്തോ ഇങ്ങനെ എന്താ എപ്പോഴാൾപ്പെട്ടിരിക്കുന്നു? ഹൾക്ക് കാലെടുത്ത് പിടിച്ചോ? പോടാ, അതിന്മേലെ ഞാൻ പ്രേതത്തെ നേരിട്ട് കണ്ട പ്രേതനെ കൊല്ലാൻ വരും. പ്രേതത്തെ നേരിട്ട് കൊണ്ടുവന്നോ? മോനെ നീ പെട്ട്. എന്റെ ആ പ്രേതത്തെ കണ്ട എല്ലാവരും പ്രേതം കൊല്ലാൻ വരും. അതോ സംഭവം. എടാ എന്തേലും വഴി പറഞ്ഞാടാ നീ. വഴി പറഞ്ഞുണ്ട്. എനിക്ക് ഇതിലേക്കുന്ന ഒരാളുണ്ട്. അയാളെ ഞാൻ ലൊക്കേഷൻ അയച്ചു തരാം. പേര് തുങ് സഹൂർ. എന്തായാലും ഇതെല്ലാം എന്തായാലും ശരിയാക്കി തരും. നീ പേടിക്കണ്ട. അവിടെ വേഗം ലൊക്കേഷൻ അയക്കും. ഞാൻ പോയിട്ട് അയാളെ കാണിട്ട്. അവിടെ ശരി, എന്നാ ലൊക്കേഷൻ അയച്ചെടുത്തതാ. ഓക്കെ, തുങ് സഹൂർ പറഞ്ഞ ഒരാളുണ്ട്. അവൻ ഇതൊക്കെ കുറെ കണ്ടിട്ടില്ല എന്നാ പറഞ്ഞു. അള്ളാഹ്ക്കറിയാം. ഓക്കെ, സോ എന്തോ ഉസ്താദാണെന്നിട്ടാ പറഞ്ഞു. തുങ് സഹൂർ നമ്മളെ അണ്ണയല്ല. തുങ് സഹൂർ. അവൻ പോലീസുകാർ ഇവിടെ ഉണ്ടല്ലോ. സോ പേടിയാവുന്നടേ. പറഞ്ഞ കൊല്ലുന്നറ എന്നെ. എനിക്ക് എന്നും ജീവിക്കാൻ കൊതിയല്ലുണ്ട്. ഓക്കെ, ലൊക്കേഷൻ വന്നു. നോക്കട്ടെ. ലൊക്കേഷൻ എയർപോർട്ട് ലൊക്കേഷൻ വന്നു. എയർപോർട്ടിൽ വന്നല്ലോ എല്ലാവരും. ഓക്കെ,
സോ ഇപ്പം നമ്മളിവിടെ നമ്മള് നമ്മളിവിടെ എവിടെയാ നമ്മളിവിടെ ഇതൊക്കെ ഇവിടെ ആയിട്ടാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത്. അടുത്തന്നെയാ, ഞാനറിയില്ലല്ലോ ഇതൊന്നും. അടുത്തന്നെയാ, നമ്മളടുത്തന്നെയാ. ഇങ്ങോട്ടേക്കല്ലേ പോകണ്ടത്. യാ ബ്രോ ഇങ്ങോട്ട് പോയിട്ട് ആ വളവില് തിരിച്ചാൽ നമ്മളെ സ്ഥലം. അള്ളാ തും സൗണ്ട് രക്ഷിക്കണേ അള്ളാ. ഏതോ ഉസ്താദാണ് സ്വാമിയാരാ പറയുന്നത്. ഉസ്താദിന്റെ ഇതെല്ലാം ഞാനിത് എങ്ങോട്ട് പോയി. ഈ വളവ് തിരിച്ചായില്ലെന്നല്ല പറയുന്നേ. അല്ലെ ഈ മാപ്പില് കണ്ടിട്ടില്ലേ, ഈ വളവ് തിരിക്കണ്ടാ മതി. അല്ലെ ഇതിന്റെ ഇതിന്റെ അടിയിലാണേ. ഉസ്താദേ ഉസ്താദി. സോ എവിടെയാണ് നിൽക്കാനല്ലേ. എന്താ ഞാൻ പറയുന്നില്ല. മിക്കാവും നമ്മ ചാവാനുള്ള ലുക്ക് എവിടെയെങ്കിലും കാണും. മിക്കാവും നമ്മ ചാവും. ഇതൊക്കെ ഓക്കെ. നമുക്ക് ഇങ്ങനെ ഓടിക്കാം. അയ്യോ അയ്യോ ഇങ്ങനെ ഓടിയാ. ഓക്കെ നമ്മളെ സഹോദൈവങ്ങളെ. അല്ല സഹോദൈവല്ല. ഉസ്താദെ വരുന്നുണ്ട് ഉസ്താദെ. ഉസ്താദെ രക്ഷിക്കണം ഉസ്താദെ. അയ്യോ സഹൂർ സഹൂർ. ഓക്കെ നമുക്ക് ഇവിടെ പാർക്ക് ചെയ്യാം. നമ്മളെ ആളെ വിളിക്കാം. ഓക്കെ സോ ഇതല്ലേ സഹൂറണ്ണാ. നിന്റെ അണ്ണൻ ഞാനൊന്നും. നിന്റെ അണ്ണനാരി നീ ആരാ? സോറി ഞാൻ ഇപ്പൊ വലിയൊരു പ്രശ്നത്തെ പറ്റി. എന്താണ് പ്രശ്നം? എന്താണ് മോന്റെ പ്രശ്നം? പ്രേതം നിന്നെ കണ്ടു കൊല്ലാൻ വരും അല്ലേ? അതല്ലേ നിന്റെ പ്രശ്നം? അതെന്നാ നീയൊക്കെ എങ്ങനെ അറിയില്ല? ഞാൻ സൗർ ബ്രോ. എവിടെയാണ് നീ ആ പ്രേതത്തെ കണ്ടിന്ന് മാത്രം കാണിച്ചാൽ മതി. ഞാൻ അവിടെ നിന്ന് എല്ലാം തന്നെ ശരിയാക്കാം. എന്നാ വേഗം പോവല്ലേ. ഓ നീ എന്തായാലും വണ്ടി എടു. രാത്രിക്ക് ആ പ്രേതം വരും, അതൊക്കെ അറിയാം. ഇതാണ് കാളിദാസൻ പ്രേതം. അപ്പം സൗറണ്ണ വണ്ടി ഞാൻ എവിടെ എത്തിക്കോളാം. നീ പോയിക്കോ, എന്നോട് സംസാരിക്കണ്ട. സൗറ് പറഞ്ഞ അവിടെ എത്തിക്കോളാം. നമ്മളൊക്കെ അപ്പൊ പോവാസൊക്കെ എന്തെങ്കിലും നടക്കുവായിരിക്കും. ഓക്കെ എന്തെങ്കിലും നമ്മളോട് പിന്നെ കുറച്ച് സാധനം വാങ്ങാൻ പറഞ്ഞായിരുന്നു അവിടത്തേക്ക് പോകുമ്പോ. എന്തല്ലോ എന്നിപ്പോ 4 കല്ലി, അല്ല 4 ചുറ്റും വെക്കാൻ 8 കല്ലി, 6 മരത്തടി, പിന്നെ കത്തിക്കാൻ തീപ്പെട്ടി. അതേ കൊണ്ടുവരാൻ. ബാക്കിയെല്ലാം നമ്മൾ ഇവിടെ നിന്ന് ഒപ്പിക്കും. പീടിയെ പോയി ചോദിച്ചാൽ കിട്ടുമായിരിക്കും. പിന്നെ എന്തോ ഭസ്മ അങ്ങനെ എന്തോ പറഞ്ഞില്ല. എന്തോ വേണമെന്നേരം പറഞ്ഞു നോക്കിയാണ്. ഇതൊന്നും എനിക്ക് അറിയത്തൊന്നുമില്ല. ഉസ്താദും നല്ല ഓന് അറിയുകയും ചെയ്യും. സോ നമുക്ക് ഒരു സൂപ്പർ മാർക്കറ്റില് പോയോക്കാം. ചിലപ്പോ കിട്ടുമായിരിക്കും. സൂപ്പർ മാർക്കറ്റ് ഇത് പോലീസ് സ്റ്റേഷൻ അല്ലേ? അന്ന് ഞാൻ പോലീസ് സ്റ്റേഷനിലെ വേറെ സ്റ്റേഷൻ. ഓക്കെ ഓക്കെ നമുക്ക് പോവാം. ഇത് നല്ല സ്പീഡുണ്ട്. പറഞ്ഞോരുന്നല്ലേ കാറ് ഭയങ്കര സ്പീഡ്. ഓക്കെ രാത്രി ആവുമ്പം ഞാനീ മറ്റേ ഷിപ്പ് യാർഡിന്റെ അടുത്തുള്ള സ്ഥലല്ലാണ്, അവിടത്തേക്ക് എത്തിക്കോളാന്നാ പറഞ്ഞ് ഞങ്ങളെ സൗണ്ട്. ഓക്കെ ഈ സാധനങ്ങൾ എടുത്ത് അവിടെ ചുറ്റും വെച്ച് റെഡിയാക്കണം. സോ ഓക്കെ നമുക്ക് സാധനം വാങ്ങിക്കാം. ഒരു സാധനം വെച്ച് ടിക്കിക്ക് എത്തിയിട്ടുണ്ട്. ഞങ്ങളെ ഇവിടുത്തെ അടുത്തുള്ള സൂപ്പർ മാർക്കറ്റ് നമ്മ വാങ്ങിച്ചേ. സോ അപ്പൊ നമുക്ക് ഇനി അങ്ങോട്ടേക്ക് പോണം. അത് എവിടെയാണെന്ന് ഞാൻ റോഡിന്റെ നടുക്കില് കണ്ട് താഴ്ച റോഡ് നമുക്ക് അവിടെ സെറ്റ് ആക്കാം. ഓക്കെ സോ സാമി സോ ഓക്കെ നമുക്ക് ഇവിടെ ഈ പോകുന്നൊരു റോഡിൽ ഇവിടെയല്ലേ നമ്മള് കണ്ടേ. നമ്മളെ ഡേവിഡ് പറഞ്ഞ ഇവിടെയാണ് ആ പ്രേതം ഉണ്ടാവല് എന്നാണ്. ഓക്കെ നമുക്കപ്പൊ ഇവിടെ തന്നെ. ഓക്കെ ഇത് തോന്നിട്ടുണ്ട്. നമുക്കപ്പൊ ഇവിടെ തന്നെ നമുക്കപ്പം ഒരു കാർ സെയിൽ ചെയ്യുന്ന സ്ഥലമാണ് ഇത്.
ഇതൊന്നും സെയിൽ ചെയ്യാൻ കഴിയില്ലടേ. വയ്യ സെയിൽ ചെയ്യാം. നമുക്ക് ഇതെല്ലാം സെറ്റ് ചെയ്യാം. സോ ഇപ്പൊ നമ്മ സാധനം സെറ്റ് ചെയ്തതിന് സഹൂർ അണ്ണനും കൂടി ഒന്ന് വരണം. എന്നാ ആചാരങ്ങളൊക്കെ നല്ല വിധത്തിൽ പോകും. നമ്മളെ സാധനം വന്ന് ഇപ്പൊ ഇവിടെ ഭേദം വരും. നമുക്ക് ആൾക്കാർക്ക് എന്തെങ്കിലും അത്യാവശ്യം വന്ന സഹൂർ അണ്ണനെ കൂട്ടാനൊക്കെ പോകാൻ. എന്റെ പോലെ സഹൂർ അണ്ണൻ വന്ന് എന്റെ സഹൂർ അണ്ണ ഇത് ഇവിടുന്ന് എനിക്ക് പല പല ശക്തികളുമുണ്ട്. ഈ പേടിക്കണ്ട. ഇവിടെ നിന്നാൽ മാത്രം മതി. ബാക്കിയെല്ലാം ഞാൻ ശരിയാക്കി. ഇങ്ങനെയല്ല നേരത്തെ സൗണ്ട് ഉണ്ടായി. ഇപ്പൊ എന്താ ആദ്യം നമുക്കൊരു അത്യാവശ്യം സൗണ്ട് മാറ്റി. അപ്പൊ ഇവിടെ പ്രേതം ഉണ്ടാകും നമ്മുടെ ഡേവിഡ് പറഞ്ഞാണ്. അതുകൊണ്ടാണ് ഞാൻ ഇവിടെ എല്ലാം സെറ്റ് ചെയ്തത്. അത് നിങ്ങൾ പറഞ്ഞത് ഉത്തമം. ഇവിടെ തന്നെയാണ് പ്രേതം അധികവും ഉണ്ടാവുക. ഓക്കെ, വരുവോടെ ഇത് എന്തെങ്കിലും ആവോ? എന്തെങ്കിലും ആവും. നിങ്ങൾ നോക്കി നിന്നോളൂ. നമുക്ക് ഇവിടെ നോക്കി കേസ് ഞാൻ കാർ കയറിയിരിക്കും. അതാകുമ്പോ നിങ്ങളെ കുത്തിയിട്ട് ഞങ്ങൾക്ക് ഒരു പോക്ക് പോയാ. നീ എന്നെ കുത്തിയിട്ടാൽ നിന്നെ പ്രേതം പിടിക്കും. പിടിക്കണ്ടേ പിടിക്കണ്ടോ? ഓക്കേ, അപ്പൊ നമ്മൾ കാർ കയറി ഇരുന്നിട്ടുണ്ട്. അപ്പൊ എന്താണ് സൗകര്യം? പണി തുടങ്ങിക്കൂടി. അപ്പൊ ഞാൻ എന്റെ ആചാരങ്ങളെല്ലാം തുടങ്ങാൻ പോവുകയാണ്. അപ്പോൾ നിങ്ങൾ നല്ല വൃത്തിക്ക് അവിടെ നല്ല കുട്ടിയായി ശബ്ദമുണ്ടാക്കാതിരിക്കുക. ഇതെന്തേടെ ക്ലാസ് എടുത്തിരുന്ന എന്തേടെ? ഞാൻ തും സാവെന്ന് കേൾക്കുമ്പോ വിചാരിച്ചു മോന്ത കാണുമെന്ന് ടീച്ചർ. ഓം ഹ്രീം കുട്ടിച്ചാത്ത. വാട്ട്? യാക്ക് ഭ്രാന്താണ്. അള്ളാ. ഓം ഹ്രീം കുട്ടിച്ചാത്ത. കുറച്ചും കൂടി ബാക്കിൽ ഒച്ച ഉണ്ടാക്കാൻ എന്നോട് പറഞ്ഞതല്ലോ. സോറി നിങ്ങൾ ചെയ്തിട്ടുണ്ട്. ഓം ഹ്രീം കുട്ടിച്ചാത്ത. എന്റെ മുമ്പിൽ വാ കുട്ടിച്ചാത്ത. പ്രേതം എന്താ നിനക്ക് വേണ്ടത്? നീ സാവോ അല്ലേ? മനസ്സിലായല്ലേ? നീ അന്ന് ഞാൻ കുപ്പിയിൽ അടച്ചു വെച്ചതല്ലേ? നീ എങ്ങനെ രക്ഷപ്പെട്ടു? എന്റെ സഹോദരി രക്ഷപ്പെടുത്തിയതാണ്. നിങ്ങൾക്ക് എന്താണ് വേണ്ടത്? നിങ്ങൾ ഇവിടെ നിന്ന് പോകുന്നതാണ് നിങ്ങൾക്ക് നല്ലത്. ഞാൻ നിന്നെ കൊണ്ടല്ലാതെ പോകൂല. എന്തേടെ പ്രേതത്തെ ക്ലാസ് എടുത്ത് കൊടുക്കുന്ന പിടിച്ച് കുപ്പിയിലാക്കാം അങ്ങോട്ട്. ഫ്രാങ്ക്ലിൻ മുണ്ടാണ്ടിക്കൂ. ഫ്രാങ്ക്ലിനാ? ഞാൻ ഫ്രാങ്ക്ലിനോട് ഇച്ചിരി സമയം സംസാരിക്കാറുണ്ടായി. അതുകൊണ്ടാണ് ഫ്രാങ്ക്ലിന് പറഞ്ഞു പോയത്. അപ്പൊ നിന്റെ പേരെന്താണ്? ബ്ലൈസൺ. എന്നാ ബ്ലൈസൺ ഉണ്ടാണ്ടിക്കൂ. ഏതെല്ലോ ഫ്രാങ്ക്ലിൻ ബ്ലൈസൺ അല്ല ബ്ലൈസൺ ആണ്. ഫ്രാങ്ക്ലിൻ പോട്ടെ പറയുന്നുണ്ട്. ഓക്കെ, ഇപ്പം ഈ കുപ്പിയിൽ നീ കേറുക. ഈ നാട്ടിലുണ്ടാക്കിയ നാശങ്ങൾ വലുതാണ്. നീ ഇത്രയും ദിവസം കൊന്നത് 100 പേരെയാണ്. 100 പേരെയാ? ന്യൂസിൽ കണ്ടത് 16 പേരല്ലേ? എല്ലാരെയും കൂടി കൊന്ന്. അതുകൂടി ന്യൂസ് കാണണമായി. ഫ്രാങ്ക്ലിൻ നിന്റെ പേരെന്ന് പോയടാ. ഇങ്ങനെ വിളിച്ചു കഴിച്ചാ ഞാൻ പോട്ടെ. എന്റെ പേരും കിട്ടുന്നില്ല. ഓന്റെ പേര് എനിക്കും കിട്ടുന്നില്ല. തും സാവൂ. ആചാരങ്ങളെല്ലാം തുടങ്ങിക്കഴിഞ്ഞു. നിങ്ങൾക്ക് കുപ്പിയിൽ കയറത്തെ എവിടേക്കും പോകാൻ കഴിയില്ല. ഓ കുട്ടിച്ചാത്ത കാളിദാസ കുപ്പി കേറ്. ഇല്ല, ഞാൻ കേറൂല. ഞാൻ കേറത്തില്ല. പ്ലീസ് 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 ഗൈസ്. സാവു കുപ്പിയിലാക്കി. അണ്ണനെ കുപ്പിയിലാക്കി. സൗറണ്ണ നന്ദി സൗറണ്ണ. അതൊക്കെ അവിടെ നിക്കട്ട്. പൈസ ഏട്? എന്തോന്ന് പൈസ? നിന്നെ നാട്ടുകാരെ രക്ഷിക്കാൻ വേണ്ടിട്ട് നിന്നെ ഞാൻ എത്തിച്ചല്ല. എനിക്ക് പൈസ തരാൻ വേണ്ടിട്ട് ഞാൻ എത്തിച്ച. അതൊന്നും എനിക്ക് വേണ്ട. എന്റെ പൈസ എനിക്ക് കിട്ടിക്കോളുക. എത്ര വേണ്ട?
1000. അതാ പിടി. ഓ ഓക്കെ. ആ കുപ്പിന്ന് ആ പ്രേതത്തിനെ വിട്ടാണ്ടല്ല. ഇല്ലട വിടൂല. ഞാൻ എന്റെ ഷോക്കേസ് എടുത്ത് വെക്കാം. ഈ ഷോക്കേസിൽ ഏതെങ്കിലും എടുത്ത് വെക്ക്. ഇതുവരെപ്പോ പ്രേതത്തിനെ അങ്ങനെ തും ചാവ് പിടിച്ച് വെച്ച് നമ്മളെ ഇന്നത്തെ വീഡിയോ നമ്മളെ ഇവിടെ വെച്ച് നിർത്തുന്നു. സോ ഇനി എന്റർടൈൻമെന്റ് വീഡിയോ മായി വേണമെങ്കിൽ എല്ലാവരും ലൈക്കും സബ്സ്ക്രൈബും ചെയ്യുക ഗൈസ്. ഇന്നത്തെ വീഡിയോ നമ്മളെവിടെ വെച്ചിരുന്നു. അടുത്തൊരു കിട്ടിയ വീഡിയോ വരുന്നത് വരെ ബൈ ഗൈസ്. താങ്ക് യു ഫോർ വാച്ചിങ്.